കാര്യങ്ങളെല്ലാം നടപ്പാക്കാറാണ് ശീലം. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതേതായാലും നടപ്പാക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ്. സർക്കാർ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞത് താങ്കളെയും സർക്കാരിനെ പുറത്താക്കിയിട്ടാണ് അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ KPCC പ്രസിഡന്റ് പുറത്തായി, UDFന്റെ കൺവീനറും മാറ്റി. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ അവസ്ഥയെ കാണുന്നത്? അല്ല, അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല. സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന ഭാഗം കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുത്തിരുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ഒത്തുചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടതുണ്ട്. നാലാം വർഷം ആഘോഷിക്കുമ്പോൾ ഭരണ തുടർച്ച എന്നുള്ള ഒരു പിണറായി തേർഡ് ലോഡിംഗ് എന്നുള്ള ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരുന്നത്. CM അതിനെങ്ങനെയാണ് കാണുന്നത്, ഭരണ തുടർച്ചയുടെ സാഹചര്യത്തിൽ? ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലാലോ. ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാവും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് വെക്കണ്ട.